ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഖത്തറിൽ ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർക്ക് മികച്ച ആനുകൂല്യങ്ങൾ പ്രദാനം ചെയ്യാൻ ഇംതിയാസ് കാർഡ് പുറത്തിറക്കി. വിവിധയിനം ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും 10 മുതൽ 50% വരെ ഇളവ് നൽകുന്നതാണ് കാർഡ്. സൈനിക ഉദ്യോഗസ്ഥർ, സിവിലിയൻസ് തുടങ്ങി എല്ലാ വിഭാഗം ജീവനക്കാർക്കും കാർഡ് ലഭ്യമാണ്. മന്ത്രാലയത്തിലെ ജോലിയിൽ നിന്നും വിരമിച്ചവർക്കും വരെ കാർഡ് ഉപയോഗിക്കാം. ജീവനക്കാരുടെ മികച്ച സേവനങ്ങൾക്കുള്ള അഭിനന്ദനം അറിയിക്കുന്നതിനോടൊപ്പം അവരുടെ ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും അനുസൃതമായി മികച്ച നേട്ടങ്ങളും പ്രദാനം ചെയ്യുകയാണ് കാർഡിന്റെ ലക്ഷ്യമെന്നും അധികൃതർ വ്യക്തമാക്കി. ഇംതിയാസ് കാർഡിന്റെ നേട്ടം ഖത്തറിന്റെ ആഭ്യന്തര മന്ത്രാലയത്തിലെ വിവിധ തസ്തികകളിലായി ജോലി ചെയ്യുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള ഒട്ടനവധി ഇന്ത്യക്കാർക്കും പ്രയോജനം ചെയ്യും. സൗദിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ഈ വാരാന്ത്യത്തിൽ വീണ്ടും മഴ കനക്കും. ശക്തമായ കാറ്റും അനുഭവപ്പെട്ടേക്കാം. വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ടെന്നും ദേശീയ കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. അതേസമയം വ്യാഴം മുതൽ തിങ്കൾ വരെയുള്ള ദിവസങ്ങളിലായിരിക്കും മഴ കൂടുന്നത്. പൊടിക്കാറ്റും ശക്തമായിരിക്കും. മണിക്കൂറിൽ 50 മുതൽ 60 കിലോമീറ്റർ നോട്ടിക്കൽ മൈൽ വരെ വേഗത്തിൽ കാറ്റ് വീശും. കനത്ത വെള്ളപ്പൊക്കം, ആലിപ്പഴം വീഴൽ, കൊടുങ്കാറ്റ് എന്നിവയ്ക്കെല്ലാം രാജ്യം വീണ്ടും സാക്ഷിയാകുമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. മക്ക, അൽബഹ, അസീർ, ജസാൻ, അൽജൗഫ്, വടക്കൻ അതിർത്തി, കിഴക്കൻ പ്രവിശ്യയിലെ പ്രദേശങ്ങൾ, റിയാദ്, ഖസീം, ഹെയിൽ എന്നിവിടങ്ങളിലാണ് മഴ കൂടുതൽ ശക്തമാവുക. മദീനയിലെ അൽ മഹദ്, അൽ ഹനാക്കിയ എന്നീ ഗവർണറേറ്റുകളിൽ ഇന്നു മുതൽ ശനിയാഴ്ച വരെ കനത്ത മഴ പെയ്യും. തിങ്കൾ വരെ നജ്റാൻ, തബൂക്ക് റീജിയനുകളിൽ മഴ പെയ്തേക്കും. പൊതുജനങ്ങൾ കാലാവസ്ഥാ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കണമെന്നും താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് പോകുന്നത് ഒഴിവാക്കണമെന്നും ബന്ധപ്പെട്ട അധികൃതർ നൽകുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ലോകത്തിലെ ആദ്യ നേറ്റീവ് AI കരുത്തുള്ള സർക്കാരായി മാറാൻ അബുദാബി ഒരുങ്ങുന്നു. 2027ഓടെ ഈ ലക്ഷ്യം നേടാനാകുമെന്നാണ് അബുദാബി പ്രതീക്ഷിക്കുന്നത്. പദ്ധതി നടപ്പിലാകുന്നതോടെ 5000-ഓളം തൊഴിലവസരങ്ങൾ ഉണ്ടാകും. അതേസമയം തൊഴിലവസരങ്ങൾ കൊണ്ട് പ്രവാസികൾക്ക് ഒരു നേട്ടവും ഉണ്ടാകില്ല. സ്വദേശികൾക്ക് ഇത് വലിയ നേട്ടമായി മാറുകയും ചെയ്യും. അബുദാബിയുടെ AI ഗവൺമെന്റ് പദ്ധതി നടപ്പിലാക്കുന്നതിനായി 13 ബില്യൺ ദിർഹത്തിന്റെ ബജറ്റ് വകയിരുത്തിയിട്ടുണ്ടെന്നും പദ്ധതി നടപ്പിലായാൽ UAE പൗരന്മാർക്കായി 5000-ഓളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നും അധികൃതർ പ്രഖ്യാപിച്ചു. ഈ പദ്ധതി നടപ്പിലാകുന്നതോടെ സൈബർ സെക്യൂരിറ്റി, ദുരന്തങ്ങൾക്ക് മുന്നോടിയായി നടത്തേണ്ട മുന്നൊരുക്കം, ആരോഗ്യമേഖല, നിയമപരിപാലനം തുടങ്ങിയ രാജ്യത്തെ വിവിധ മേഖലകളെ മാറ്റിമറിക്കാൻ സാധിക്കുമെന്നും അബുദാബിയിൽ പ്രൊജക്ട് ഡെലിവറി വിദഗ്ധൻ അറിയിച്ചു. പൗരന്മാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും സാമ്പത്തിക മേഖലയെ സജീവമായി നിലനിർത്തുന്നതിനും വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് സർക്കാരിന് കൃത്യമായി വിലയിരുത്താൻ സാധിക്കും. വിവിധ കാര്യങ്ങളിൽ അതിവേഗത്തിൽ തീരുമാനമെടുക്കാനും അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സഹായം തേടാം. പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്ന കടകൾക്ക് കർശനമായ നിയന്ത്രണങ്ങളുമായി സൗദി അറേബ്യ. പൊതുജനാരോഗ്യം സംരക്ഷിക്കുക, പുകവലിക്കാത്തവരെയും കുട്ടികളെയും പുകവലിയുടെ ഉപയോഗത്തിൽ നിന്നും സംരക്ഷിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് നടപടി. പുകയില ഉൽപ്പന്നങ്ങൾ കൈവശം വയ്ക്കാനോ പ്രദർശിപ്പിക്കാനോ വിൽപ്പന നടത്താനോ പാടില്ല. ഉപഭോക്താക്കൾക്കായി ദേശീയ സമിതി അംഗീകരിച്ച മാതൃകയിൽ ഒരു മുന്നറിയിപ്പും പ്രദർശിപ്പിക്കണം. സൗദി മുനിസിപ്പാലിറ്റി ഭവന മന്ത്രാലയം നിശ്ചയിച്ചിട്ടുള്ള പുതിയ നിയന്ത്രണങ്ങൾ എല്ലാ പുകയില ഉൽപ്പന്നങ്ങളും അവയുടെ വിവിധ വകഭേദങ്ങളും സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി അംഗീകരിച്ച മാനദണ്ഡങ്ങൾ പാലിക്കുന്നവ ആയിരിക്കണം. ഉറവിടങ്ങൾ അറിയാത്തതോ തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങൾ അടങ്ങിയതോ ആയ പുകയില ഉൽപ്പന്നങ്ങൾ കൈവശം വയ്ക്കാനോ പ്രദർശിപ്പിക്കാനോ വിൽപ്പന നടത്താനോ പാടില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. സീൽ ചെയ്ത പാക്കേജിൽ മാത്രമേ സിഗരറ്റുകൾ ഉൾപ്പെടെയുള്ള പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്താവൂ. പാക്കറ്റ് പൊട്ടിച്ച് ചില്ലറയായി അവ വിൽക്കാൻ പാടില്ല. പുകയിലയുടെയോ അതിൽ ഏതെങ്കിലും ഉൽപ്പന്നങ്ങളുടെയോ വില കുറച്ച് നൽകരുത്. സമ്മാനങ്ങളായോ സാമ്പിളുകളുടെ രൂപത്തിലോ സൗജന്യമായോ പ്രൊമോഷണൽ ഓഫറുകളുടെ ഭാഗമായോ അവ നൽകരുതെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. പുകയിലയുടെയും അതുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങളുടെയും പരസ്യം ഉൾക്കൊള്ളുന്ന ഏതെങ്കിലും ഉൽപ്പന്നം ഇറക്കുമതി ചെയ്യാനോ വിൽപ്പന നടത്താനോ മറ്റുള്ളവർക്ക് സൗജന്യമായി നൽകാനോ പാടില്ലെന്നും പുതിയ നിയന്ത്രണത്തിൽ പറയുന്നു. അതുപോലെ വെൻഡിംഗ് മെഷീനുകൾക്കുള്ളിൽ അസംസ്കൃതമോ പ്രോസസ് ചെയ്തതോ ആയ പുകയിലയോ അവയുടെ ഏതെങ്കിലും ഉൽപ്പന്നങ്ങളോ വിൽക്കുകയോ പ്രദർശിപ്പിക്കുകയോ ചെയ്യുന്നതും നിരോധിച്ചിട്ടുണ്ട്.
കൂടാതെ പുകയില കടകളിൽ ഉപഭോക്താക്കൾക്കായി ഒരു മുന്നറിയിപ്പ് പ്രദർശിപ്പിക്കണമെന്നും പുതിയ നിയന്ത്രണം അനുശാസിക്കുന്നു. പുകയിലയ്ക്കെതിരായ ദേശീയ സമിതി അംഗീകരിച്ച മാതൃകയിലായിരിക്കണം മുന്നറിയിപ്പ് പ്രദർശിപ്പിക്കേണ്ടത്. പുകവലിച്ചാലുണ്ടായ ദോഷങ്ങളുടെ പ്രകടമായ ചിത്രവും പുകവലിയും പുകയില ഉൽപ്പന്നങ്ങളും വായ, ശ്വാസകോശ അർബുദം, ഹൃദ്രോഗങ്ങൾ എന്നിവയ്ക്ക് ഒരു പ്രധാന കാരണമാണെന്ന് വ്യക്തമാക്കുന്ന ഒരു മുന്നറിയിപ്പ് വാക്യവും ഇതിൽ ഉണ്ടായിരിക്കണം. കൂടാതെ 18 വയസ്സിന് താഴെയുള്ളവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നതും അവർ അത് വാങ്ങുന്നതും നിരോധിക്കപ്പെട്ടിരിക്കുന്നു എന്ന അറിയിപ്പ് കടകൾക്ക് പുറത്ത് പ്രദർശിപ്പിക്കുകയും വേണമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. കുവൈറ്റിൽ ഇനി മുതൽ രാത്രി സമയങ്ങളിലും സർക്കാർ ഓഫീസ് സേവനങ്ങൾ ലഭ്യമാകും. രാജ്യത്ത് ഈവനിംഗ് ഷിഫ്റ്റ് സമ്പ്രദായം നടപ്പിലാക്കിയതോടെയാണിത്. ഇതുപ്രകാരം മന്ത്രാലയങ്ങളിലും സർക്കാർ ഏജൻസികളും സായാഹ്ന ഷിഫ്റ്റ് സമ്പ്രദായം നടപ്പിലാക്കിയതായി സിവിൽ സർവീസ് കമ്മീഷൻ അറിയിച്ചു. ഏതൊക്കെ ഓഫീസുകൾ സായാഹ്ന ഷിഫ്റ്റ് സമ്പ്രദായം നടപ്പിലാക്കണമെന്നും ഈ ഷിഫ്റ്റിൽ ആരൊക്കെ ജോലി ചെയ്യണമെന്നുമുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ജീവനക്കാരുടെ പേരും നമ്പറും സഹിതം സിവിൽ സർവീസ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായിട്ടായിരിക്കും വൈകുന്നേരത്തെ ഷിഫ്റ്റ് പ്രവർത്തിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അധികാരികളും സ്ഥാപനങ്ങളും സായാഹ്ന ഷിഫ്റ്റിനായി നിയോഗിക്കപ്പെട്ട ജീവനക്കാരുടെ പേരുകൾ നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്നു. സർക്കാർ മേഖലയിലെ തൊഴിൽ അന്തരീക്ഷം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള മന്ത്രിസഭാ തീരുമാനത്തിന് അനുസൃതമായാണ് സായാഹ്ന ഷിഫ്റ്റ് സംവിധാനം ഏർപ്പെടുത്തിയതെന്നും അധികൃതർ അറിയിച്ചു. നടപടിക്രമങ്ങൾ ലഘൂകരിച്ചും പൊതുജനങ്ങൾക്ക് അനുയോജ്യമായ വിവിധ സമയങ്ങളിൽ സേവനങ്ങൾ ലഭ്യമാക്കിയും തങ്ങളുടെ ഇടപാടുകൾ പൂർത്തിയാക്കുന്നതിന് പൗരന്മാർക്കും താമസക്കാർക്കും കൂടുതൽ സാവകാശം നൽകാനും ഈ സംരംഭം ലക്ഷ്യമിടുന്നു. കൂടാതെ ഈ നീക്കം ജീവനക്കാരുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുമെന്നും പ്രതീക്ഷിക്കുന്നതായും സിവിൽ സർവീസ് കമ്മീഷൻ വ്യക്തമാക്കി. ഇത് രാവിലത്തെ ഗതാഗതക്കുരുക്ക് ലഘൂകരിക്കുകയും ജീവനക്കാർക്ക് മികച്ച തൊഴിൽ ജീവിത ബാലൻസ് വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. അതേസമയം സായാഹ്ന ഷിഫ്റ്റ് 3 ഘട്ടങ്ങളിലായാണ് നടപ്പിലാക്കുക. ഇതിന്റെ ആദ്യഘട്ടം ജനുവരി 5 ഞായറാഴ്ച ആരംഭിച്ചു. മൂല്യനിർണ്ണയത്തിനും ക്രമീകരണത്തിനുമായി 6 മാസത്തെ ട്രയൽ ഘട്ടമാണ് രണ്ടാമത്തേത്. പദ്ധതിയുടെ സ്ഥിരതയും ഫലപ്രാപ്തിയും ഉറപ്പാക്കാൻ ഓരോ 2 മാസത്തിലും പുരോഗതി റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നതാണ് 3ാം ഘട്ടം. ഇതിനു പുറമെ സായാഹ്ന ഷിഫ്റ്റ് ജീവനക്കാർക്കുള്ള റോളുകളും ഉത്തരവാദിത്തങ്ങളും കൃത്യമായി അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.